മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ സാറിനുണ്ട്. സാറിന് രണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ വളരെ ശക്തമായിട്ടുള്ള വ്യക്തി തന്നെ വേണം. കാരണം ചുമ്മാ ഇരുന്ന് എന്തും നമുക്ക് വിളിച്ചു പറയാൻ അങ്ങോട്ട് ഒരു കാലം പറയാൻ എളുപ്പമാണ്. അത് എവിഡൻസോട് അവതരിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും തെക്കും തിരക്കുമുള്ള ഒരു ബസ്സിൽ ഇവരുടെ ഒരു സാമാന്യ ബോധമില്ലായ്മയാണ് ഇതിലോട്ട് വരാൻ ചോദിക്കുന്നത്. ഷിംജിത മുസ്തഫയോട് എനിക്കിപ്പോൾ ഒരു ചെറിയ സഹതാപമുണ്ട്. ആളുകൾ എന്നെ കുറ്റം പറയരുത്. അതാണ് കുട്ടി ഇനി എന്തിനാ ഇങ്ങനെ വഷളായി ജീവിക്കുന്ന കുട്ടി ചെയ്തതാണത്. വീഡിയോയിൽ എന്ത് തെറ്റാണെന്ന് പറയാമോ? ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ കണ്ട സന്ദർഭം പറയാം. ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ എന്ന ഒരു ഏഷ്യാനെറ്റിൽ നേരത്തെ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഒരു റീക്രിയേഷൻ 24 നമ്മളെ ശ്രീകണ്ഠൻ നായർ സാറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിഷയം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഷിംജിത ദീപക് വിഷയമാണ് ചർച്ച ചെയ്തത്. അപ്പം എനിക്ക് വളരെ അരോചകമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. കാരണം അതിനകത്ത് സെലക്റ്റീവായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്തതിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി അറക്കലെ പോലുള്ള ഒരു വ്യക്തികൾക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടാകുന്നുള്ളത് എനിക്ക് വളരെ സംശയമാണ്. അതിൽ പിന്നെ ഒരു റെഡ് സാരി ഉടുത്ത ഒരു പുള്ളിക്കാരിയുണ്ട്. അവർ എന്തൊക്കെയൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ വിഷയത്തിൽ ശ്രീലക്ഷ്മി അറക്കനെ പോലുള്ളവരെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വേറെ ആരും ഈ വിഷയത്തെ ഷിംജിതയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അതിഥിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡിബേറ്റിലോട്ട് സ്വാഗതം ചെയ്യേണ്ടതായിട്ട്. ഇതിൽ ഇപ്പൊ മെയിനായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം ദീപക് ഷിംജിത വിഷയമാണ്. നമുക്കറിയാം ബസ്സിൽ വെച്ച് തനിക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഷിംജിത. അത് കാരണം ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരു 42-കാരന്റെ ജീവൻ സ്വയം ഒടുക്കിയ ഒരു വിഷയമാണ്. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ സാറിനുണ്ട്. സാറിന് രണ്ട് നിലപാടാണ് തോന്നുന്നു. എനിക്ക് സാറിനറിയാം നമ്മൾ ഒരു മാസത്തിൽ 2-3 തവണ പല വിഷയങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷേ സാറിന്റെ ഈ നിലപാടിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിലപാട് എന്താണല്ലേ വഴിയെ പറയാം. അപ്പം ഈ ഒരു പ്രോഗ്രാം പ്ലസ് എനിക്ക് സാറിന്റെ കുറച്ച് പോരായ്മകളും എനിക്ക് ഇതിലൂടെ പറയാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പർ തീർച്ചയായും കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്യാം, പിന്നീട് അത് മറന്നു പോകും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഷാജൻ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചിട്ട് അതിനുള്ള മറുപടി പറയാം. നമസ്കാരം. സത്യം പറഞ്ഞാൽ ഷിംജിത മുസ്തഫയോട് എനിക്കിപ്പോൾ ഒരു ചെറിയ സഹതാപമുണ്ട്. ആളുകൾ എന്നെ കുറ്റം പറയരുത്. കാരണം അവർ അടിസ്ഥാനപരമായി ക്രിമിനൽ അല്ല. അവരിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊരു വകതിരിവില്ലായ്മയുടെ ഫലമായി അനുഭവിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വകതിരിവില്ലായ്മ, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണിത്. വളരെ എളുപ്പത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ശക്തമാണ്. പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഷിംജിത എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു PG കാരിയാണ്, ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പറാണ്. അപ്പൊ ഒരു വാർഡ് മെമ്പർ 5 വർഷം ഒരു വാർഡിലിരിക്കെ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ വാർഡിൽ നിന്ന് പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും നല്ല ധാരണയും വ്യക്തതയും ഉള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത്രയും തെക്കും തിരക്കുമുള്ള ഒരു ബസ്സിൽ ഇവരുടെ ഒരു സാമാന്യ ബോധമില്ലായ്മയാണ് ഇതിലോട്ട് വരാൻ ചൂണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു യോജിപ്പും സാറിനോടില്ല. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ ഒരു വ്യക്തിന്ന് വെക്കുക. ഇപ്പൊ ഷിംജിതയില്ല, സാധാരണ ഒരു വ്യക്തി. അപ്പം അങ്ങനെ ഒരു വ്യക്തികള് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോട്ടോസ് എടുക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്, അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെ ചിത്രീകരിക്കുന്നതിന്റെ പകുതി റിസ്ക് പോലും ഇല്ല. നമ്മൾ ഒരാൾ സ്പർശിക്കും, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വിച്ചിട്ട പോലെയാണ് പെണ്ണുങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു പകുതി ധൈര്യം പോലും വേണ്ട സ്പോട്ടിൽ പ്രതികരിക്കുക എന്നുള്ള കാര്യമാണ്. അതാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പം ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് നിങ്ങൾക്ക് അങ്ങനെയാണ് എന്റെ അതേ അഭിപ്രായമാണെന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളുടെ കമന്റും തീർച്ചയായിട്ടും വെക്കണം. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. ഒരു വ്യക്തിയുടെ, നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ ചിത്രങ്ങൾ ചിത്രീകരിക്കണമെങ്കിൽ നമുക്ക് അത്രയധികം ബോൾഡ് ആയിരിക്കണം, നമ്മൾ അത്രയധികം ധൈര്യം നമുക്ക് വേണം. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു ആൾ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്ക് ഏതൊരു പെണ്ണിനാണെങ്കിലും മാനാഭിമാനമുള്ള ഏതൊരു പെണ്ണിനാണെങ്കിൽ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ പ്രതികരിക്കുക വരും. അത് ആ സിറ്റുവേഷൻ നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, അവരെന്ത് വിചാരിക്കുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ല. നമുക്കത് ഓട്ടോമാറ്റിക്കലി ദൈവം തന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരാള് നമ്മൾ മോശമായിട്ട് പെരുമാറുന്നതും ബാഡ് ടച്ച് ആണെങ്കിലും ഗുഡ് ടച്ച് ആണെങ്കിലും ഒരു സ്ത്രീക്ക് അതൊരു നോട്ടത്തിൽ പോലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ഇവരുടെ ഇന്റൻഷൻ വളരെ നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നാണ് ഷിംജിത ഇത് റീച്ച് ആകണം, റീച്ചിലോട്ട് പോകണം എന്ന് കരുതി മാത്രം ചെയ്തൊരു ഇതാണ്. പിന്നെ അവർ അതുപോലെ തന്നെ ഒരു ഫോൺ കോൾ ചെയ്തെന്ന് പറയുന്നു. വടകരയിലുള്ള പോലീസിൽ അവർക്ക് അറിയാവുന്ന ഒരു പോലീസ് സുഹൃത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞെന്ന് പറയുന്നു. അത് ഈ SI അരുൺ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഈ കേസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും പോകത്തില്ല. നല്ല പുഷ്പം പോലെ ഷിംജിത ഊരി വരാനേ ചാൻസ് ഉള്ളൂ. പിന്നെ അഗൈൻ നമ്മൾ ഇതിനകത്ത് ഇന്നലെ നടന്ന ഷോയിലോട്ട് 24ന്റെ ഷോയിലോട്ട് വരുവാണെങ്കിൽ ഒറ്റും ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ എണ്ണത്തെ ഇതിനകത്ത് പിടിച്ചു വെച്ച്
ഒരു ഷോ നടത്തിയെന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പം എനിക്ക് എല്ലാവരും അടച്ചാക്ഷേപിക്കല്ല, അതിൽ വന്ന കുറച്ച് പേര് ഈ ശ്രീലക്ഷ്മി അറക്കൽ പോലെയുള്ള വ്യക്തികൾക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല. അവരവരുടെ സ്വന്തം പ്രതിത്തെക്കുറിച്ച് തന്നെ വളരെ മോശമായിട്ട്, വളരെ വൾഗറായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഇവർക്ക് പണ്ട് ഇവരുടെ ഫാദറിൽ നിന്ന് കിട്ടിയ ട്രോമയാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം. അപ്പൊ പല സമയത്ത് ഇവർക്ക് പല നിലപാടാണ്. നമുക്കറിയാം വേടനെ പോലെ ഒരാളുടെ കാര്യങ്ങൾ വന്നപ്പോൾ ഇവരുടെ ചങ്കായതുകൊണ്ട് തന്നെ വേടനൊപ്പം നിന്നു. അപ്പം ഈ സ്ത്രീയോടെ അപമാനവും ഒന്നും അവർക്ക് ഒരു വിഷയമായിരുന്നില്ല. അപ്പൊ വേടനായിരുന്നു മുഖ്യം. അപ്പം അതേ വിഷയം തന്നെ വേറെ വ്യക്തികൾക്ക് വരുമ്പോഴത്തേക്ക് സ്ത്രീയുടെ മഹത്വവും സ്ത്രീയുടെ സമത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഇവർക്ക് എത്ര നിലപാടുണ്ടെന്ന് തന്നെ ഞാൻ ചോദിക്കണം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ ഫാദറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ജന്മ രഹസ്യത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാനൊരു സൈഡിൽ വെക്കാം. തലങ്കാവിൽ കൈകൊണ്ടപ്പോൾ എനിക്ക് ആ മമ്മൂട്ടിയുടെ കഥാപാത്രം, എന്റെ അച്ഛന്റെ കഥാപാത്രം, മീൻസ് എന്റെ ഫാദർ അങ്ങനെയാണ്. എന്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ഇതാണ് ശ്രീലക്ഷ്മി അറക്കൽ. എങ്ങനെ പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയത്തില്ലാത്ത ഒരു വെളിവും വെള്ളിയാഴ്ചമില്ലാത്ത ഒരു വ്യക്തി, തന്റെ ജന്മരഹസ്യം പോലും അത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞ് സ്വയം മാറാൻ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പം അതിനപ്പുറം ഇവർക്ക് എന്ത് യോഗ്യതയാണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അത്രയും മൂല്യം ഇവർക്ക് കൊടുക്കാനുള്ളൂ എന്നർത്ഥം. അപ്പൊ ഇവരിവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് ആർക്കും കൊത്തിപ്പറിക്കാൻ പറ്റുന്നതാണോ മനുഷ്യ ജീവിതം. അപ്പൊ ഇവരും ഇതൊക്കെ തന്നെയല്ലേ ചെയ്തത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ദിലീപ് കേസ് വന്ന സമയത്ത് ദിലീപ് കുറ്റവിമുക്തനായി എന്ന് സെക്ഷൻ കോടതി വിധി പറഞ്ഞ സമയത്ത് തന്നെ ഇവരെന്താണ് ചെയ്തിരുന്നത്, ദിലീപിനെ കൊത്തിപ്പറിക്കാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കടന്നു കയറി. അതുപോലെ തന്നെ ബബ്ബ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്തും ലാലേട്ടനെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു വ്യക്തിയാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. ഇയാളും ഇത് തന്നെയാണ് കാലങ്ങളോളം മറ്റുള്ള വ്യക്തിത്വങ്ങളെ വ്യക്തിഗത ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഏതൊരു സമകാലിക കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസ്പെക്ടീവ്സ് വെച്ച് നമുക്ക് തോന്നിയ കാര്യങ്ങൾ വിത്ത് എവിഡൻസോട് കൂടിയാണ് നമ്മൾ അത് വരുന്നത്. ഇങ്ങനെ ആയിരിക്കാം, അത് അങ്ങനെ ആയിരിക്കും, അല്ല നമ്മൾ ഇത് ഒരിക്കലും ഇത് ഇങ്ങനെയാണ് എന്ന് പറയത്തില്ല. നമ്മൾ എങ്ങനെയാണെന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നിരത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ പറയുള്ളൂ. അല്ലാതെ ചുമ്മാ വന്നിട്ട് ദിലീപ് എങ്ങനെയാണ്, മറ്റൊരാണ്, മാടയാണ്, ചേടയാണ് നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അതേസമയം എന്താണ് ശ്രീലക്ഷ്മി അറക്കൽ കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവർക്ക് വാല് പറയത്തില്ല, തുമ്പ് പറയത്തില്ല, അങ്ങ് പടച്ചു വിടുകയാണ്. ഇവർക്ക് തോന്നുന്നത് എന്താണോ അതോ പടച്ചു വിടുകയാണ്. ശ്രീലക്ഷ്മിയാണ് മജിസ്ട്രേറ്റ് എന്നുള്ള രീതിയിലാണ് ശ്രീലക്ഷ്മി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വീണ്ടും ഈ ചർച്ചയിലോട്ട് വരികയാണെങ്കിൽ അതിനകത്ത് റെഡ് സാരി ഉടുത്ത ഒരു ലേഡി ഉണ്ട്. പിന്നെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് വളരെയധികം അഭിമാനത്തോടെ ഈ സമയത്ത് പറയട്ടെ, ഞാൻ എപ്പോഴും പറഞ്ഞാലും പല കാര്യങ്ങളും വിയോജിപ്പുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഈശ്വറിനോട് എനിക്ക് ബഹുമാനം മാത്രമുണ്ട്. അപ്പം അദ്ദേഹം ഇവരെ പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും അതൊന്നും വകവെക്കാതെ കാക്കക്കൂട്ടിൽ കല്ലിട്ട മാതിരിയാണ് ഈ 2-3 പെണ്ണുങ്ങൾ എന്ന് പറയുന്നത്. അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് വ്യക്തമായ ബോധമുണ്ട്. എന്താണ് ഈ ദീപക്കാണ് ശരിയെന്ന് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ആ നിലപാട് മറന്ന് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് ഞാൻ എന്റെ നിലപാടിൽ നിന്ന് മാറിപ്പോയല്ലോ, വഴുതിപ്പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കത് അംഗീകരിക്കാൻ, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കാക്കക്കുട്ടി കല്ലിട്ട മാതിരി അവർ എന്തൊക്കെയോ ഇരുന്ന് പുലമ്പുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും പലതവണ ആ വീഡിയോ കണ്ട ആവർത്തിയിൽ നമുക്കറിയാം ഇതിനകത്ത് ദീപക് വളരെ നിരപരാധിയാണ്, അയാൾ നിഷ്കളങ്കനാണ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അത്രയും എന്താണ് തെക്കും തിരക്കുള്ള വാഹനമാണ്. എന്താണെങ്കിലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നിങ്ങളോട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ചിലപ്പോൾ 1000-കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത് ഈ മൊത്തം ആൾക്കാരെ നിങ്ങൾ ഡിനേ ചെയ്യണം. അത് നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ള ആളാണ് ഞാൻ. നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ കൺക്ലൂഷനിലും ഞാൻ ഒരു ഡിസ്കഷനിലാണ്, നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാൻ ഒരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു ഒരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്ത്? വീഡിയോയിൽ എന്ത് തെറ്റാണെന്ന് പറയാമോ? ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ കണ്ട ഒരു സന്ദർഭം പറയാം. ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെ ഷോൾഡർ ഇവരുടെ എൽബോ ഈ ഷിംജിയുടെ മേത്ത് തട്ടുന്നതാണ്. അത് കണ്ടപ്പോൾ ഞാൻ എന്റെ കമന്റ് എടുത്ത് നോക്കി മൊത്തം ഷിംജിനെതിരെയുള്ള സൈബർ ബുള്ളിങ് ആണ് ഞാൻ കണ്ടത്. എന്താണ് മേഡം നിങ്ങൾ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈ വെച്ച് സ്വന്തം അച്ഛനെയും അമ്മയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദീപക് ചെയ്തത് തെറ്റാണെന്ന്? ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഓഫ്കോഴ്സ് തീർച്ചയായും നിങ്ങൾ പല ആവർത്തിയ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ താൻ ഇങ്ങനെ ഡിബേറ്റിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്പൊ വിഷയത്തിൽ നിന്ന് വഴി തിരിച്ചു വിടുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ദീപകിന്റെ അച്ഛനെയും അമ്മയും പിടിച്ചിരുത്തി അവരെ അപമാനിക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഈ പ്രോഗ്രാം എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും അവരെ ഇതിനകത്ത് വലിച്ചിഴക്കലായിരുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ രാഹുൽ ഈശ്വർ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ളവരുടെ ഒക്കെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ വളരെ ശക്തമായിട്ടുള്ള വ്യക്തികൾ തന്നെ വേണം. കാരണം ചുമ്മാ ഇരുന്ന്
എന്തും നമുക്ക് വിളിച്ചു പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കലപില പറയാൻ എളുപ്പമാണ്. അത് എവിഡൻസോട് അവതരിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന എന്റെ ഈ വീഡിയോ കേൾക്കുന്ന പ്രേക്ഷകരെ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ദീപക്കാണ് ഇതിനകത്ത് ശരി എന്ന് തോന്നിയിട്ടുള്ളവർ തീർച്ചയായിട്ടും എന്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചുള്ളണ്ടിക്കാർ ബൈ.